നന്മയുടെ മേൽ തിന്മശക്തികളുടെ കടന്നാക്രമണം പണ്ടുകാലം മുതൽക്കേ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ആത്യന്തിക വിജയം നന്മയ്ക്ക് തന്നെ ആയിരിക്കും എന്നതിൽ സംശയവുമില്ല. നിരപരാധികളായവർക്കെതിരെ കൂട്ടുചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ മാനസികമായി തളർത്തി ഇല്ലായ്മ ചെയ്യുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വിരളമല്ല. ഏവർക്കും നന്മ ചെയ്തു സഞ്ചരിച്ച യേശുവിനെതിരെ ഒരു സംഘം ആളുകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വേദഭാഗം ചിത്രീകരിക്കുന്നത്. അവർ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും അവന്റെ മരണം മനുഷ്യകുലത്തിന്റെ സൗഖ്യത്തിനും വീണ്ടെടുപ്പിനും കാരണമായി തീർന്നുവെന്ന് തിരുവചനം പറയുന്നു. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽക്കേ അവനെ വാക്കിൽ കൊടുക്കാനും കൊല്ലുവാനുമൊക്കെ തക്കം പാർത്തിരുന്നവരായിരുന്നു മഹാപുരോഹിതന്മാരും പരീശന്മാരിൽ പലരും. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. യേശുവിന്റെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും കേൾക്കാൻ അനേകർ വന്നുകൂടിയിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വാക്കുകളേക്കാൾ ജനത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിരുന്നു യേശുവിന്റെ വാക്കുകൾക്ക്. ന്യായപ്രമാണ ചിന്തകളെ പുതിയൊരർത്ഥതലത്തിലേക്ക് ഉയർത്തി സരളമായി വിശദീകരിച്ചു കൊടുത്തു കർത്താവ്. അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. മാത്രമല്ല, ചുങ്കക്കാരെയും പാപികളെയും ബലഹീനരെയും സമൂഹം മാറ്റി നിർത്തിയവരെയുമെല്ലാം അവൻ ചേർത്തു നിർത്തിയിരുന്നു. സാധാരണക്കാരായ ജനങ്ങളിൽ കൂടുതലും യേശുവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. അതിനിടയിലാണ് യേശു മരിച്ചവരിൽ നിന്നും ലാസറിനെ ഉയർപ്പിക്കുന്നത്. ആ സംഭവത്തോടെ യഹൂദന്മാരിൽ പലരും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. ഇങ്ങനെ യേശുവിന് ജനപിന്തുണ ലഭിച്ചാൽ സമൂഹത്തിലുള്ള തങ്ങളുടെ സ്ഥാനവും ജനത്തിന് തങ്ങളോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളുമെല്ലാം നഷ്ടമാകും എന്നവർ ചിന്തിച്ചു. മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് യേശു ഈ ജനപിന്തുണ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ റോമാക്കാർ അതിനെ രാജ്യദ്രോഹമായി കണ്ട് യഹൂദ ജനതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നും അവർ ഭയന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ മശീഹായുടെ പ്രവർത്തനങ്ങളാണെന്നും അവന്റെ രാജ്യം ഐഹികമല്ല എന്നുമുള്ള സത്യം അവർ മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അവൻ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞതായി ഭാവിച്ചില്ല. തങ്ങളുടെ ശക്തിക്കും അധികാരത്തിനും ഭീഷണിയായി കണ്ട് യേശുവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണവർ. അതിനൊരു പോംവഴി എന്ന നിലയിൽ മഹാപുരോഹിതനായ കയ്യാഫാവ് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന്. യേശു മരിച്ചാൽ തങ്ങളുടെ അധികാരവും ഭദ്രമാകും, റോമ ഗവൺമെന്റിന്റെ ശത്രുതയും ഉണ്ടാവില്ല. എന്നാൽ താൻ ദോഷമായി ചിന്തിച്ചത് ലോകരക്ഷയ്ക്കായി ദൈവം മുന്നൊരുക്കിയ പദ്ധതിയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല. ആ പ്രവചനത്തോട് ചേർന്ന യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു, ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. പുരാതന ഇസ്രായേലിൽ യാഗങ്ങളും പാപപരിഹാരമായ മൃഗബലിയുമൊക്കെ സാധാരണമായിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ജനത്തിന്റെ പാപയാഗത്തിന് 2 ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണമെന്നും ഒന്നിനെ യഹോവയ്ക്ക് വേർതിരിച്ച് പാപയാഗമായി അർപ്പിക്കണമെന്നും മറ്റൊന്നിനെ അസസേലിന് എന്ന് ചീട്ടിട്ട് അഹരോൻ അതിന്റെ തലയിൽ 2 കൈയും ചേർത്ത് വെച്ച് ജനത്തിന്റെ സകല പാപങ്ങളും അകൃത്യങ്ങളും അതിന്റെ തലമേൽ ചുമത്തി അതിനെ തിരികെ വരാതെ വണ്ണം മരുഭൂമിയിൽ കൊണ്ടുവിടണമെന്നും പറയുന്നു. ജനത്തിനു വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന കുഞ്ഞാടായ യേശു നമ്മുടെ ഭാരമേറിയ പാപത്തെയും അതിന്റെ ശിക്ഷകളെയും ഇനി ഒരിക്കലും നമുക്കെതിരായി തിരികെ വരാതെ വണ്ണം ദൂരേക്ക് വഹിച്ചുകൊണ്ടു പോയിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന യെശയ്യാവിന്റെ പ്രവചനം ക്രിസ്തുവിൽ നിവൃത്തിയായി. യേശുവിന്റെ ക്രൂശുമരണം ശത്രുക്കളുടെ ഗൂഢാലോചന മൂലമുണ്ടായ ഒരു ദാരുണ സംഭവമല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ പാപരോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിനായുള്ള ദൈവിക പ്രവൃത്തിയാണ്. തന്റെ മുറിവുകളിലൂടെ ലോകത്തിന്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് കർത്താവ് നമുക്ക് സൗഖ്യം നൽകി. തന്റെ മുറിവുകൾ ഒരു ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നമ്മുടെ രോഗശാന്തിയുടെ ഉറവിടവും കൂടിയാണ്. ആ കാൽവരിയിലൂടെ അല്ലാതെ രോഗശാന്തിയും പുനഃസ്ഥാപനവും സാധ്യമല്ല. കർത്താവേറ്റ മുറിവുകളും സഹിച്ച വേദനയും അവന്റെ സ്നേഹത്തിന്റെ തെളിവും
നമ്മുടെ രക്ഷയുടെ ഉറപ്പുമാണ്. നിത്യജീവനിലേക്ക് നമുക്കുള്ള പ്രവേശന കവാടവുമാണ് അത് എന്ന് പറയാം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപപരിഹാരത്തിനായി ബലിയായ ആ ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അവനെ വീണ്ടും ക്രൂശിലേറ്റുന്നതാണോ? നമുക്കായി പ്രാണൻ നൽകിയ ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ച് പാപവഴികളിൽ ജീവിക്കുന്നവരാണോ നാം? ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? അതോ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് നന്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരോ? യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നത് പോലെ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനുമാണോ നാം നോമ്പ് നോൽക്കുന്നത്? ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി, പാപവഴികളിൽ നിന്നകന്ന് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നവരായി നമുക്കും ജീവിക്കാം. സമസൃഷ്ടികളെ, ബലഹീനരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. നമ്മുടെ സഹനങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കാകണം. ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ ലഭ്യമായ സൗഖ്യം പകർന്നു നൽകുവാൻ, ആ സൗഖ്യത്തിന്റെ തീർത്ഥത്തിലൊന്ന് മുങ്ങി നിവരുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെയും ശക്തീകരിക്കട്ടെ. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, എൻ മനുമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെയും രോഗങ്ങളെയും ചുമന്നൊഴിപ്പാൻ സ്വന്തം പുത്രനെ യാഗമായി നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. പാപവഴികളിൽ നിന്നും അകന്ന് ദൈവസ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ. ആമേൻ.